ഓരോ തീരുമാനവും BJP ഗവൺമെൻറ് എടുക്കുന്നത് നമ്മുടെ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും തകർച്ചയുണ്ടാക്കുന്നതായി മാറുന്നു. അപ്പോഴാണ് അതിശക്തമായിട്ട് നാം പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനൊരവസരമില്ലാത്ത വിധം നമ്മുടെ രാജ്യം തകർന്നു പോകുമെന്ന നല്ല ധാരണയുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രതികരണങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ന് തന്നെ പറയാം വളരെ ശക്തമായിട്ട് നിലകൊള്ളാൻ തീരുമാനിച്ചത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്റ്റും പുതിയ പൗരത്വ രജിസ്ട്രേഷനൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളെ വേർതിരിക്കുന്ന യാതൊരു രജിസ്ട്രേഷനും യാതൊരു നിയമവും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസ്സുകാർ അതിനെയും ചോദ്യം ചെയ്ത് ചിലർ ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. മനസ്സിൽ യഥാർത്ഥ ജനാധിപത്യവും മതേതരത്വവും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്താണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്? നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന സഹിഷ്ണുത, ഒരു പറമ്പത്ത് അമ്പലവും അപ്പുറത്തെ പറമ്പത്ത് മോസ്കും അതിനപ്പുറത്തെ പറമ്പത്ത് ചർച്ചുമൊക്കെയായി ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനും ആശുപത്രിയിൽ ചികിത്സ തേടി എല്ലാവർക്കും പോകാനും ഒക്കെ കഴിയുന്ന ഈ സാമൂഹ്യാന്തരീക്ഷം ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സിൻ്റെതാണ്. നമ്മൾ ഇന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഐക്യമാണ്, കരുത്താണ്. അത് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് ചോദിച്ചവരോട് പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടന അതിനെ അട്ടിമറിക്കാൻ അനുവദിക്കാതിരിക്കുക, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുക, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്നത്. അതിൽ 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും LDFിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തയച്ചാൽ അവിടെ ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായി ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി മുഴങ്ങും. അതിലൊന്ന് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രതിനിധികളായിരിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് കേരളത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഞങ്ങളൊരു സമരം നടത്തി. ആ സമരത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കക്ഷി രാഷ്ട്രീയ ഭിന്നതയൊന്നും കാണിക്കാതെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും കൂടി വരൂ, നമുക്കൊരുമിച്ച് സമരം ചെയ്യാം, നിങ്ങൾ പറയുന്ന തീയതി സമരം വെക്കാം. പക്ഷേ അവർ കൂടെ വന്നില്ല. എന്താണ് അവരുടെ മനോവികാരം? ഇവിടുത്തെ പെൻഷൻ നിലച്ചു പോയാൽ, ഇവിടുത്തെ മാവേലി സ്റ്റോറിൽ സാധനമില്ലാതായാൽ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ ഇൻഷുറൻസ് മുടങ്ങിപ്പോയാൽ അത് LDFിൻ്റെ ആളുകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. കേരളത്തിന് കിട്ടേണ്ടുന്ന റവന്യൂ വിഹിതം, ടാക്സ് വിഹിതം കിട്ടാതിരുന്നാൽ, മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുടെ അത് കിട്ടാതിരുന്നാൽ അത് ചോദിച്ചു മേടിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ മനസ്സില്ലാത്തത്? നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്.